RMP നേതാവ് KS ഹരിഹരന്റെ വിവാദ പ്രസംഗത്തിനെതിരെ ശക്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത്. RMP നേതാവ് KK രമയും പ്രതിപക്ഷ നേതാവും ഹരിഹരന്റെ വിവാദ പ്രസ്താവന തള്ളിക്കളഞ്ഞെങ്കിലും നടപടിയെടുക്കാൻ മുതിർന്നില്ല. സംഭവത്തിൽ DYFIയും മഹിളാ അസോസിയേഷനും ഹരിഹരനെതിരെ നിയമ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും കേരളീയ സമൂഹത്തെ മൊത്തത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലാണ് ഹരിഹരന്റെ പ്രസ്താവന. ഇത് സംബന്ധിച്ചുള്ള വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. വിവരങ്ങളുമായി റമീസ് ഉണ്ട്. റമീസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? RMP നേതാവ് KS ഹരിഹരന്റെ വിവാദ പ്രസംഗത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. സംഭവത്തിൽ മഹിളാ അസോസിയേഷനും DYFIയും ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നാലെ പ്രസംഗത്തിൽ തനിക്ക് പിഴവ് പറ്റിയതാണെന്ന് KS ഹരിഹരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഖേദപ്രകടനം നടത്തി. ഹരിഹരന്റെ വിവാദ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞ RMP നേതാവ് KK രമ ഹരിഹരൻ ഖേദപ്രകടനം നടത്തിയതിനാൽ വിവാദം അവസാനിപ്പിക്കണമെന്നാണ് പ്രതികരിച്ചത്. RMP ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുക്കുകയാണ്. ഞങ്ങളതിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല, പൂർണ്ണമായിട്ട് അതിനെ തള്ളിക്കളയുന്നു എന്നുള്ള ഏറ്റവും മാതൃകാപരമായൊരു നിലപാടാണ് RMP ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ആ പരാമർശം നടത്തിയ വ്യക്തിയും ഈ പരാമർശം തെറ്റായിപ്പോയി എന്നും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് VD സതീശനും തള്ളിക്കളഞ്ഞു. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ്, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ്. പൊതു ഇടങ്ങളിലും പൊതുപ്രവർത്തന മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളും അവരോട് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം, അതല്ലെങ്കിൽ അവരുടെ പ്രകടനങ്ങളെ സംബന്ധിച്ചിട്ട് പല അഭിപ്രായങ്ങൾ അത് പറയാം. അതല്ലാതെ ആരെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കോ വാചകോ വരാൻ പാടില്ല എന്നുള്ളത് 100% ഒരു പോളിസിയായിട്ട് എല്ലാവരും കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. അതേസമയം KK ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അധിക്ഷേപിക്കുകയും ഫലസ്തീൻ ഐക്യദാർഢ്യ വേദിയിൽ വെച്ച് നിസ്കരിച്ച ഉമർ ഫൈസി മുക്കത്തെ കളിയാക്കുകയും ചെയ്ത ഹരിഹരന്റെ വിവാദ പ്രസ്താവന ഖേദപ്രകടനം കൊണ്ട് മാത്രം ഒതുങ്ങില്ലെന്നും കൃത്യമായ നിലപാട് UDF വ്യക്തമാക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ പ്രതികരിച്ചു. മാപ്പ് പറച്ചൽ കൊണ്ട് മതിയാവുന്നതല്ല, ഞെട്ടലോടിയാണ് ഈ പ്രസംഗവും UDFന്റെ ഈ നിലപാടുകളെ നാട് കേട്ടത്, ശ്രവിച്ചത്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും. ഇങ്ങനൊരു മ്ലേച്ഛമായ പരാമർശം നടത്തുമ്പോൾ അത് ഒരു നല്ല ഒരു കോമഡി സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കേണ്ട ആളാണോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്? മുക്കം ഉമ്മർ ഫൈസിയെ പോലുള്ള സമാദരണീയനായ ഒരു മതപണ്ഡിതനെ ഇത്ര മ്ലേച്ഛമായ നിലയിൽ അധിക്ഷേപിക്കുമ്പോൾ അത് ആസ്വദിക്കേണ്ട ആളാണോ അഡ്വക്കേറ്റ് PMA സലാം? KS ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI സംസ്ഥാന കമ്മിറ്റി DGPക്കും കൂടാതെ മഹിളാ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളും വടകര സ്റ്റേഷനിൽ ഹരിഹരനെതിരെ പരാതി കൊടുത്തു. ഏതായാലും RMP നേതാവ് KS ഹരിഹരന്റെ വിവാദ പ്രസംഗത്തിനെതിരെ ശക്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് റമീസ് നൽകിയത്.